എല്ലാവർക്കും പ്രയർ ക്ലിനിക്കിൽ നിന്നും അതുപോലെ പ്രയർ ക്ലിനിക്കിൽ നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. എന്നെ സ്നേഹിക്കുകയും എന്നോട് ഇത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തതായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് കാലിൻ്റെ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നൊരു അസുഖത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഞങ്ങൾക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ വയ്യാത്തവണ്ണം കാലുവേദനയാണ്. ആ കോച്ചിപ്പിടുത്തം അവരുടെ കാഫ് മസിൽസിലാണ് കൂടുതലായിട്ട് അവർ പറയുന്നത്. രാത്രിയാകുമ്പോൾ അവർക്ക് വല്ലാത്ത വേദന, ഉറക്കത്തെ ഹാനികരം ചെയ്യുന്നതായിട്ടുള്ള ഈ വേദന മനുഷ്യൻ്റെ മനോനിലയെ തന്നെ വല്ലാത്ത തകർത്ത് കളയും. എന്നാൽ നമ്മുടെ മനോനിലകളൊക്കെ സ്റ്റഡികളായിരിക്കണം. നമ്മൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കൺസേൺ ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു. ഈ കാലിലെ കോച്ചിപ്പിടുത്തമൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് അവർ കൂടുതലായിട്ടുള്ള ജോലി ചെയ്യുന്നതുകൊണ്ടാണ്, അവരുടെ കഴിവിൽ കൂടുതൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ടാമതായി ചില വൈറ്റമിനുകൾ എൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് കാലുവേദന വരാം. ഉദാഹരണത്തിന് വൈറ്റമിൻ ഇ, അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. ചില മിനറൽസിൻ്റെ, അതായത് ചില ഇലക്ട്രോലൈറ്റ്സിൻ്റെ, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം മുതലായ ഇതുകൊണ്ട് വരാം ഇങ്ങനെയുള്ള കാലിൻ്റെ കോച്ചിപ്പിടുത്തം. അപ്പോൾ ഇങ്ങനെയുള്ള ചില അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് സിഗരറ്റ് വലിക്കുന്നവർക്കൊക്കെ ഇത് വരാം. ഒരുപാട് നടന്ന് തളരുന്നവർക്കും ഇത് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഡയബറ്റീസ് രോഗിയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തേ മതിയാവത്തുള്ളൂ. അതുപോലെ നിങ്ങൾ രാത്രി കോച്ചിപ്പിടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാൽ ഉയർത്തി വെക്കുക. കാൽ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് വേദന കുറഞ്ഞു കിട്ടും. രണ്ടാമത്, നിങ്ങൾ എക്സസൈസ് എടുക്കുക. അതായത് അധികം ജോലി ചെയ്യാത്തവർ കാല് സ്ട്രെച്ചിങ് എക്സസൈസ് കൊണ്ട് നമ്മുടെ കാല് വേദനയെ അകറ്റുവാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ സോള്, അതായത് ഉപ്പൂറ്റി അവിടുത്തെ ഉള്ള ജോയിൻ്റ് താഴോട്ടും മുകളിലോട്ടും ആക്കിയാൽ നമുക്ക് ഒരു എക്സസൈസ് കിട്ടും. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഈ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന കുറവുകൾ കൊണ്ടുവരാം. അത് ഈ സോഡിയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ പൊട്ടാസ്യം എന്ന് പറയുന്നതും നമ്മുടെ നെർവ് കണ്ടക്ഷനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സോഡിയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് മാറും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ആ സോഡിയത്തിൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കും. ചില ആൾക്കാരുടെ നിങ്ങൾ ചോദിക്കും, ചില ആൾക്കാർ എന്തുകൊണ്ട് സോഡിയം കുറഞ്ഞു വരുന്നു? അത് ചില പ്രായമുള്ള ആൾക്കാരിൽ കാണുന്ന ഒരു പ്രത്യേക വാസ്തവമാണ്. അവർ ഹൈപ്പോനൈട്രീമിയ എന്ന് പറയും. സോഡിയത്തിൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. അത് അവർക്ക് കൺഫ്യൂഷനും, ചില സമയത്ത് എപ്പിലെപ്സിയും, ചില സമയത്ത് തലയ്ക്ക് മന്ദത ഒക്കെ വരാം. അതുപോലെ ഈ കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലില്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വരാം. അതായത് കാൽസ്യമാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ചില അയോൺസിനെയും ചില ഗേറ്റ്സിനെയൊക്കെ തുറക്കുന്നത്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഒരു അളവ് നമുക്ക് വേണം. നമ്മുടെ തൈറോയിഡിൻ്റെ സ്ഥിതി ഒക്കെ ശരിയാണോ എന്ന് നോക്കണം. അതായത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ്, അത് TSH മാത്രം നോക്കിയാൽ പോരാ, T3, T4 ഇതൊക്കെ നോക്കണം. അങ്ങനെ ഒരു സമീകൃത ആഹാരം കഴിച്ചിട്ടും അതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇത് മാറാനാണ് സാധ്യത. നിങ്ങൾ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എഴുന്നേൽക്കുക. പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബീഡി വലിക്കുന്ന ആളാണെങ്കിൽ, മുറുക്കുന്ന ആളാണെങ്കിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. ഈ ബീഡി വലിക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ അവരുടെ ഈ ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറയുന്ന പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസൊക്കെ അവർക്ക് വരും.
ഞാൻ ഒരു കട്ട വാക്ക് പറഞ്ഞു എന്നല്ല, നിങ്ങളുടെ ബ്ലഡ് സപ്ലൈ, കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെ കുറയും. അതുപോലെ പെരിഫറൽ ആർട്ടറിയൽ ഡിസീസ് കാണുന്ന വലിയൊരു അസുഖമാണ് ഇത്, ഡയബറ്റീസ്. എന്നാൽ ഡയബറ്റീസ് എന്ന രക്തധമനികളെ ബാധിക്കുന്നു. അത് നിങ്ങളുടെ രക്തധമനികൾ നാരോ ആകുന്നു. അതുപോലെ പ്രായമായി വരുന്നതോറും ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന അസുഖം നിങ്ങളെ ബാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാലുകൾക്ക് തരിപ്പും വേദനയും കോച്ചിപ്പിടുത്തം കൊണ്ട് വരാം. എന്നാൽ മാത്രമല്ല, ചില ഡിസ്ക് പ്രൊലാപ്സുകൾ, കാലുവേദന വരാം. സയാറ്റിക്ക അല്ലെങ്കിൽ സയാറ്റിക് നെർവിൻ്റെ പ്രോബ്ലം, നാരോ ആകുക, ഇങ്ങനെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്ത് നോക്കുക. ചില ആൾക്കാർക്ക് വെറും കുറച്ച് ചൂട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അവരുടെ വേദന മാറും. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറവില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ വെസൽസിൻ്റെതായിട്ടുള്ള പിക്ചർ എടുക്കണം. അൾട്രാസൗണ്ട് ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻസ്, അത് ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക. 1, കാല് പൊക്കി വയ്ക്കുക. 2, നിങ്ങൾ എക്സസൈസ് കൂടുതലെടുക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് എടുക്കുക. കാല് പൊക്കി വയ്ക്കുക. ബീഡി ഒഴിവാക്കുക. സിഗരറ്റ് ഒഴിവാക്കുക. മുറക്കം ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു സമീകൃത ആഹാരം നിങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസികൾ ഒന്നുമില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിനായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ടോക്കിൽ നിന്നും വിരമിക്കുന്നു.